ധവള പത്രം ഇറക്കിയപ്പോൾ ആകെ അങ്കലാപ്പിലായത് കമ്മ്യൂണിസ്റ്റുകാരാണ്. പ്രത്യേകിച്ച് പിണറായി സർക്കാരിൻ്റെ ആ ഒരു അഴിമതി അല്ലെങ്കിൽ കെടികാര്യസ്ഥതയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ധവളപത്രമായി മാറിയിരിക്കുന്നു. എന്നാൽ ആ ധവളപത്രത്തിനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പുറപ്പെടുവിച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ വായിച്ച ധവളപത്രം അതിനെ നിശിതമായി വിമർശിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. ഇതൊരു UDF BJP ഡീലിൻ്റെ ഭാഗമാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. കേൾക്കാം. അത്യന്തം പ്രതിലോമപരമായ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ധവളപത്രം ഇന്നാണ് കേരള ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചത്. വി ഡി സതീശൻ മുഖ്യമന്ത്രി അതിന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. താനാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് ഭരണത്തിൽ വന്നിട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്റെ രാഷ്ട്രീയ സമീപനത്തിന്റെ വലതുപക്ഷ തീവ്രത എന്താണ് എന്നും അദ്ദേഹം വ്യക്തമായി കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ധവളപത്രത്തിലെ എല്ലാ നിർദ്ദേശങ്ങളെയും വലതുപക്ഷ നവ ലിബറൽ കോർപ്പറേറ്റ് സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. UDF സർക്കാർ മുന്നോട്ടേക്ക് വെക്കുന്ന ഈ ധവളപത്രം വ്യക്തമാക്കുന്നത് തീവ്ര വലതുപക്ഷ നവ ലിബറൽ കോർപ്പറേറ്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. എന്ന് പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ, അദാനിക്കും അംബാനിക്കും കേരളത്തിന്റെ പ്രകൃതി സമ്പത്ത് തീരദേശം ഉൾപ്പെടെ തീരെഴുതി കൊടുക്കാനാണ് പരസ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ പറയുന്ന ധവളപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തോട് പിന്നീട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വകാര്യവൽക്കരണം വേണ്ടി വരും എന്ന് തന്നെയാണ്. സ്വകാര്യവൽക്കരണം വേണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് സ്വകാര്യവൽക്കരിക്കുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, അതിന്റെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഭൂമി വിൽക്കുക, സ്ഥാപനങ്ങൾ വിൽക്കുക. അതെല്ലാം സാധാരണ നമ്മൾ അറിയുന്നത് പോലെ ഇന്ത്യയിലാകെ നിർവഹിച്ചതുപോലെ ഇവിടെ വലിയ പ്രതിരോധം കൊണ്ടാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നിർത്തലും ലാഭകരമായി പ്രവർത്തിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഈ ലാഭകരമായി പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കും, സ്വകാര്യവൽക്കരിക്കും. അതാണ് ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും ഭാഗമായിട്ട് ദേശവ്യാപകമായി ലോകവ്യാപകമായി സാമ്രാജ്യത്വവും മുതലാളിത്തവും നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കാര്യം. അതിപ്പോഴും അതേപോലെ തന്നെ നിർവഹിക്കും എന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിലും അതിന്റെ ഭാഗമായുള്ള ചർച്ചകളിലും ഈ ധവളപത്രത്തിലുമെല്ലാം കേന്ദ്രത്തിനെതിരായ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനക്കെതിരായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. നമുക്ക് തരേണ്ടുന്ന കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടുന്ന പണം, സമ്പത്ത് നമുക്ക് അവകാശപ്പെട്ടത് തരാതിനെ പറ്റി ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. പൂർണ്ണമായിട്ട് മൗനം പാലിക്കുക. വളരെ ഗൗരവമുള്ള കൗതുകകരമായ ഒരു കാര്യം, ഈ ധവളപത്രത്തെ BJP സ്വാഗതം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരേ വർഗ നിലപാട് സ്വീകരിക്കുന്ന രണ്ട് വ്യത്യസ്ത പാർട്ടികൾ അല്ലെങ്കിൽ മുന്നണികൾ, ഇവർ പരസ്പരം യോജിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നു എന്നതിന്റെ തുടർച്ചയിൽ നിന്നാണ് ഈ രീതിയിലുള്ള ഒരു കൂട്ടുകക്ഷി മനോഭാവം വർഗപരമായിട്ട് രൂപപ്പെട്ടു വരുന്നത്. അതവർക്ക് ഒരേ നയം, ഈ ആഗോളവൽക്കരണ നിലപാട് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ആദ്യം തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും BJP ആണ്. കേരളത്തിൽ അവസരം കിട്ടിയപ്പോൾ ഞങ്ങളത് നടപ്പിലാക്കും എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അതിന് പൂർണ്ണ പിന്തുണയാണ് ഇപ്പോഴും നൽകിയിട്ടുള്ളത്. ആദ്യം ഇവിടെ ഖജനാവെല്ലാം പൂട്ടി ഒന്നും തന്നെ കാര്യമായി പൂച്ച പെറ്റുകിടക്കുകയാണ് എന്നൊക്കെയാണ് വി ഡി സതീശൻ പറഞ്ഞിരുന്നത്. ഇപ്പോഴിവിടെ ഖജനാവിൽ 6322 കോടി ഉറുപ്പിക മാർച്ചിൽ ഖജനാവിൽ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കേണ്ടുന്ന നില വന്നിട്ടുണ്ട്. AK ആന്റണിയും വി ഡി സതീശനും പറഞ്ഞതുപോലെ കാലിയായ ഒരു ഖജനാവല്ല കേരളത്തിലുള്ളത് എന്നിപ്പോഴും വ്യക്തമായി.
അതേപോലെ കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ എല്ലാ ദിശയെയും തകർത്ത് അതെല്ലാം അട്ടിമറിച്ച് സ്വകാര്യവൽക്കരണത്തിലേക്ക് കോർപ്പറേറ്റുകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ അദാനി അംബാനി കൂട്ടുകെട്ടിന് എല്ലാം നൽകും എന്ന പരസ്യ പ്രഖ്യാപനമാണ് ഈ ധവളപത്രത്തിൽ കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ KSRTC, വാട്ടർ അതോറിറ്റി, KSEB ഇവയെല്ലാം ബാധ്യതകളാണെന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറമാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് വായിച്ചു പോകുമ്പോഴുള്ളൊരു ചിത്രം. ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യം യാത്ര പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലാണ് അവർ പറയുന്നത് ഇതെല്ലാം ഈ KSRTCയും വാട്ടർ അതോറിറ്റിയും KSEBയും എല്ലാം ബാധ്യതകളാണെന്നാണ്. ബാധ്യതകൾ വന്നാൽ അതിൻ്റെ അർത്ഥം അത് അവസാനിപ്പിക്കുന്നതാണ്. ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് ആഗോളവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം. അപ്പോൾ എല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എല്ലാം സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യും എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ വരികയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കച്ചവടം ചെയ്ത് പണമുണ്ടാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി കൂട്ടുചേർന്നു യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത് വിറ്റ് തുലക്കാൻ തന്നെയാണ് ശ്രമം. ഊർജ മേഖലയിലും ധാതു സമ്പത്തിലും ഉൾപ്പെടെ സ്വകാര്യവൽക്കരണം നിർദ്ദേശിക്കുന്നു എന്ന് VD സതീശന്റെ ഈ പരാമർശത്തോടെ നേരത്തെ രഹസ്യമായി മംഗലാപുരം യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞത് ബ്ലൂ എക്കണോമിയുടെ ഭാഗമായിട്ട് ഇപ്പോഴും അവർ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ വ്യക്തമാകുകയാണ്. അപ്പോൾ മംഗലാപുരം യാത്ര എന്തിനാണ് എന്നിപ്പോഴും വ്യക്തമാക്കുന്നതാണ് ബ്ലൂ എക്കണോമിക്കുമായി ബന്ധപ്പെട്ട് തീരദേശം മുഴുവൻ വിൽക്കാനുള്ള, തീരെഴുതി കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുമെന്നിപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഊർജ്ജ മേഖലയും ധാതു മേഖലയും ഈ രണ്ടും ചേർത്തുകൊണ്ടാണ് ധാതു സമ്പത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കരിമണൽ ഉൾപ്പെടെ എല്ലാം കൊള്ളയടിക്കാനുള്ള സൗകര്യമാണ് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പെൻഷൻ പ്രായം കൂട്ടുമെന്നുള്ളതാണ്. കേന്ദ്ര സർവീസിലുള്ളതുപോലെ പെൻഷൻ പ്രായം കൂട്ടുമെന്നാണ്. അത് 60 അല്ല, ചിലപ്പോഴൊക്കെ 62, 65ഒക്കെയാണ്. ഈ രീതിയിൽ സത്യം പറഞ്ഞാൽ ഒരു നിയമനം പൂർണ്ണമായിട്ട് നിരോധിക്കുന്ന ഒരു 5 വർഷം വരാൻ പോവുകയാണ്. ഇതാണ് കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള പ്രശ്നം. ഒരു 5 വർഷക്കാലം നിയമന നിരോധനത്തിന്റെ കാലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടന്നത് ഈ കേരളത്തിലാണ്. 60%. ആകെ നടന്ന നിയമനത്തിലെ 60% നടന്നത് കേരളത്തിലാണ് കഴിഞ്ഞ 10 കൊല്ലം. അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് യുവാക്കളെ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന നിയമന നിരോധം കൃത്യമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പെൻഷൻ പ്രായം കേന്ദ്ര നിലപാടിന്റെ ഒപ്പം എത്തിക്കുമെന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കൾ ഏറ്റവും കൂടുതലുള്ള ഈ സംസ്ഥാനം അഭിമുഖീകരിക്കാൻ പോകുന്ന വളരെ ഗൗരവമുള്ള പ്രശ്നം. അതേപോലെ ജീവനക്കാർക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതിനെതിരായിട്ടാണ് ധവളപത്രം സംസാരിക്കുന്നത്. ഇത് ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് അത് മുഴുവൻ ശമ്പളത്തിനും പെൻഷനും നൽകുന്നത് ശരിയല്ല എന്ന് പണ്ട് AK ആന്റണി മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ വായ്ത്താര ഇപ്പോഴും ശക്തിയായിട്ട് അവതരിപ്പിക്കുക. മാത്രമല്ല, ശമ്പള പരിഷ്കരണം അടുത്തപാട് ജനാധിപത്യം വേണ്ടി പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ പറഞ്ഞു 10 കൊല്ലത്തിലൊരിക്കലായിട്ട് ശമ്പള പരിഷ്കരണം മാറ്റും. അതോടുകൂടി ശമ്പള പരിഷ്കരണം ഇല്ല. ലക്ഷക്കണക്കിന് ജീവനക്കാരുടെ ഒരു പ്രതീക്ഷയായിരുന്നു 5 കൊല്ലം കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണം. അത് 10 കൊല്ലമാക്കി, കേന്ദ്ര ഗവൺമെന്റ് ചെയ്തതുപോലെ 10 കൊല്ലമാക്കി മാറ്റും എന്നതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ജീവനക്കാരെ വഞ്ചിക്കുന്ന ഒരു നിലപാടിപ്പോൾ പരസ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മൂലധന നിക്ഷേപം കുറവാണ് എന്ന് പൊതുവായിട്ട് ധവളപത്രത്തിലും പറയുന്നുണ്ട്. കേരളത്തിന്റെ സാധ്യത വെച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കിയിട്ടാണ് ധവളപത്രം ഇറക്കുന്ന ഇവർക്ക് മനസ്സിലാക്കേണ്ടുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം, കിഫ്ബി എന്ന രീതിയിൽ ബോധപൂർവം ഭാവനാപൂർവം മൂലധന നിക്ഷേപം തന്നെയാണ് നടത്തിയത്. 1,10,000 കോടി ഉറുപ്പിക കിഫ്ബി വഴി കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ഉൾപ്പെടെ റോഡ്, പാലം, ആശുപത്രി കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ ഉൾപ്പെടെ എല്ലാം, ഇതിനെല്ലാം വേണ്ടി നമുക്ക് ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ പുറത്ത്
നമുക്ക് ഫലപ്രദമായിട്ട് 1,10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ സാധിക്കുന്ന കിഫ്ബിയെ അങ്ങിങ്ങായിട്ട് കിഫ്ബിയെ പറ്റി പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അവസാനത്തെ വാചകം പരിശോധിച്ചാൽ കാണുക കിഫ്ബിയെ ഒഴിവാക്കത്തക്ക രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് പോകും എന്ന് തന്നെയാണ്. അപ്പോൾ അത് കിഫ്ബി സാധിച്ച അല്ലെങ്കിൽ നേടിയ, ഞാൻ നേരത്തെ പറഞ്ഞ ഭാവനാപൂർവമായ ഈ മൂലധന നിക്ഷേപത്തിലെ ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ അത് ഒഴിവാക്കിയാൽ കേരളം വീണ്ടും പിന്നോട്ടേക്കാണ് സഞ്ചരിക്കുക എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ ധവളപത്രം തയ്യാറാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുതരമായ പിഴവുകളെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ബാലഗോപാലൻ ഉൾപ്പെടെയുള്ള ഭാരത അസംബ്ലിയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു. ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരല്ല ഇത് തയ്യാറാക്കിയത്. സർക്കാരിൻ്റെ രഹസ്യരേഖകൾ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യപ്രതിജ്ഞ ലംഘനം കൂടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ഇപ്പോഴ് പണ്ടാരോ പറഞ്ഞതുപോലെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ ധവളപത്രം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ തിരിച്ചുപോക്കിന്റെ രേഖയായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിന് വളരെ ഗൗരവപൂർണ്ണം തന്നെ ചർച്ച കേരളത്തിലുടനീളം നടക്കേണ്ടതുണ്ട്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞത് ക്ഷേമ പെൻഷൻ ഇനി വീട്ടിൽ കൊടുക്കില്ല എന്നാണ്. വീട്ടിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കൊടുത്ത സാഹചര്യം വന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴിപ്പോൾ തീരുമാനിക്കുകയാണ് ഇനി വീട്ടിൽ ക്ഷേമ പെൻഷൻ നൽകുന്ന പ്രശ്നമില്ല. 62 ലക്ഷം ആളുകൾ വാങ്ങുന്ന പെൻഷനിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് അക്കൗണ്ടിന് പുറമെ നേരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സ്ഥിതിയാണ് മാസാമാസം ഉള്ളത്. അതിപ്പോഴും കൊടുക്കില്ല എന്ന് ആദ്യം പറഞ്ഞു വെച്ചിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ സമഗ്ര വികസനത്തെ മുന്നോട്ടേക്ക് നയിച്ച കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഭൂതകാല ചിത്രം മാത്രം, ചിത്രത്തെ ആകെ മാറ്റിമറച്ച് എല്ലാ പുരോഗമനപരമായ നിലപാടുകളെയും അവസാനിപ്പിച്ച് സ്വകാര്യവൽക്കരണത്തിന്റെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള അദാനിക്കും അംബാനിക്കുമെല്ലാം എല്ലാം വിൽക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു വരുമ്പോൾ കൊച്ചി എയർപോർട്ട് പോലും വിൽക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുക, അതിലേക്ക് കൂടി വികസിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ആറു പിന്തിരിപ്പൻ നിലപാട്, വലതുപക്ഷ തീവ്ര നിലപാട് ഇടതുപക്ഷത്തിന്റെ മേലങ്കി അണിഞ്ഞ് വി.ഡി. സതീശൻ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കാപട്യമാണ് എന്ന് ജനങ്ങൾ ഇപ്പോഴും ശരിയായ രീതിയിൽ തിരിച്ചറിയും എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്.